വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബാങ്ക് ജീവനക്കാർ ജൂലൈ 30-31 തീയതികളിൽ ദ്വിദിന പണിമുടക്ക് നടത്തും. അതിനു മുന്നോടിയായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് കണ്ണൂർ മേഖലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ 4 വർഷ കാലയളവിനുള്ളിൽ ഈ ജീവനക്കാരും അവരൊക്കെ തന്നെ ഈ തെരുവിൽ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. നിരവധി സമരങ്ങൾ, അത് പല രീതിയിലും പല ഭാവത്തിലുമായുള്ള സമരങ്ങൾ കേരള ബാങ്കിൻ്റെ ഈ ബാങ്കിൻ്റെ ജീവനക്കാർക്ക് നടത്തേണ്ടതായി വന്നിട്ടുണ്ട്. അതിനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. പല തലത്തിലും ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് DA എത്ര ശതമാനമാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കിപ്പോൾ 34% അവിടെ പെൻഡിങ്ങിലായി കിടക്കുകയാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 19%. പല തവണ തന്നെ മന്ത്രിമാർ സമരങ്ങൾ നടത്തുമ്പോൾ മന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചു ചേർക്കും, കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയും പിന്നീട് അതേപോലെ തന്നെ അതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. 20% DA വാഗ്ദാനം, ഉത്തരവാക്കുക, പേ റിവിഷൻ കമ്മിറ്റി രൂപീകരിക്കുക, മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്കുക. കേരള ബാങ്ക് കണ്ണൂർ മേഖലാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ KP പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. മനോജ് കുവേരി, മുണ്ടേരി ഗംഗാധരൻ, P സുനിൽകുമാർ, രേഖ കുപ്പത്തി, ഹബ്സ മുസ്തഫ, TP സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.